ഇൻസ്റ്റാഗ്രാമിലെ ഏറ്റവും പുതിയ ട്രെൻഡാണ് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ ഒന്നാം കിളി എന്ന പാട്ടിലെ ഒരു പ്രത്യേക പോർഷനും ആ സമയത്ത് സ്ക്രീനിൽ തെളിയുന്ന കപ്പിൾ ഫോട്ടോയും. നിങ്ങളും കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഈ ട്രെൻഡിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന അല്ലെങ്കിൽ കമന്റ് ഇടുന്ന വൈറൽ വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്തരം വീഡിയോസിന്റെ ഒരു സ്ഥിരം പാറ്റേൺ ഞാൻ പറയാം. കല്യാണം കഴിഞ്ഞ ചിലപ്പോൾ ഒരു കുട്ടിയുള്ള ദമ്പതികൾ, അതിൽ രണ്ടുപേരുടെയും തലയ്ക്ക് മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ പ്രായ വ്യത്യാസം ഏറ്റവും കുറഞ്ഞത് 6-7 വയസ്സ്. എന്നാൽ ചിലപ്പോഴൊക്കെ ഈ പ്രായ വ്യത്യാസം കൂടിക്കൂടി 10, 15, 18 വരെ ആകുന്നുണ്ട്. സത്യത്തിൽ രണ്ടുപേർക്കും പ്രായപൂർത്തിയായതുകൊണ്ട് കാണുന്ന നമുക്ക് ഒരു പ്രശ്നവും തോന്നാൻ സാധ്യതയില്ല. എന്നാൽ പെട്ടെന്ന് പാട്ടിന്റെ ട്രാക്ക് മാറുന്നു. നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രായപൂർത്തിയായ വ്യക്തികളുടെ ഫോട്ടോ അവരുടെ പഴയ കാലത്തിലേക്ക് പോകുന്നു. അവർ തമ്മിൽ ദീർഘകാലമായി പ്രണയത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ആ പഴയകാല ഫോട്ടോസിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. പക്ഷെ അപ്പോഴും ആ ഫോട്ടോസിൽ ആ കൊച്ചു പെൺകുട്ടികളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പ്രായപൂർത്തിയായ കാമുകന്മാരാണ്. കാണുന്ന ആർക്കും ക്രീപ്പിയായി തോന്നുന്ന അത്തരം വീഡിയോസിന്റെ കമന്റ് ബോക്സ് തുറക്കുമ്പോഴാകട്ടെ നമ്മൾ ആദ്യം കാണുക പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന 1-2 കമന്റ്സ് ആയിരിക്കും. അവ ആ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള സോ കോൾ നെഗറ്റീവ് എന്ന് അവർ വിളിക്കുന്ന വിമർശന കമന്റുകൾക്കുള്ള മറുപടിയായിരിക്കും. അതിന്റെയൊക്കെ പാറ്റേൺ ഏകദേശം ഇങ്ങനെയായിരിക്കും. നെഗറ്റീവ് കമന്റ്സ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. ട്രെൻഡിൽ വരുന്ന വീഡിയോസിനൊക്കെ പോക്സോ, ഗ്രൂമിംഗ് എന്നും പറഞ്ഞു വരുന്നവർ ശ്രദ്ധിക്കുക. ഞങ്ങൾ ആരും ജസ്റ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തവരല്ല. 9-10 വർഷമായി സക്സസ് ആയി ലൈഫ് കൊണ്ടുപോകുന്നവരാണ്. വലിയ നിയമമൊക്കെ പറഞ്ഞു വന്ന് നിങ്ങൾ എന്താണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ ഈ ട്രെൻഡ് ചെയ്തവരൊക്കെ ഇവർക്ക് വേണ്ടി ഡിവോഴ്സ് ചെയ്യണോ എന്തോ? സത്യത്തിൽ ഇത്തരം വീഡിയോസിന്റെ പ്രശ്നം എന്താണ്? അവയൊക്കെ പോക്സോ വകുപ്പിൽ പെടുന്നതാണോ? എന്താണ് ഈ കമന്റ്സിൽ കാണുന്ന ഗ്രൂമിംഗ്? ഈ ട്രെൻഡിനെ എതിർക്കുന്നവർ പറയുന്നത് ഇവരൊക്കെ ഡിവോഴ്സ് ചെയ്യണം എന്നാണോ? നമുക്ക് നോക്കാം. ആദ്യം ഇന്ന് നിലനിൽക്കുന്ന പോക്സോ നിയമത്തിനകത്ത് ഈ വീഡിയോസ് വരുമോ എന്ന് നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നതിന്റെ ചുരുക്കരൂപമാണിത്. 2012 ഈ നിയമം നിലവിൽ വന്നത്. 18 വയസ്സിന് താഴെയുള്ള എല്ലാവരും ഈ നിയമത്തിന് പരിധിയിൽ കുട്ടികളാണ്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുക, അവർക്ക് നീതി ഉറപ്പാക്കുക എന്നതൊക്കെയാണ് ലളിതമായി പറഞ്ഞാൽ ഈ നിയമത്തിന്റെ ലക്ഷ്യം. ലിംഗഭേദമില്ലാതെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ നിയമം സംരക്ഷണം നൽകുന്നു. ഇനി നമുക്ക് പ്രധാന ചോദ്യത്തിലേക്ക് വരാം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും പ്രായപൂർത്തിയായ ആൺകുട്ടിയും തമ്മിലുള്ള പ്രണയം എപ്പോഴൊക്കെ പോക്സോ വകുപ്പിൽ വരും? ഇവിടെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് ശാരീരിക സമ്പർക്കം. പ്രായപൂർത്തിയാകാത്ത കുട്ടിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക സമ്പർക്കം ഉണ്ടായാൽ അത് കുട്ടിയുടെ സമ്മതത്തോടെയാണെങ്കിൽ പോലും പോക്സോ പ്രകാരം കുറ്റമാണ്. നിയമമനുസരിച്ച് 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇത്തരം കാര്യങ്ങളിൽ കൺസെന്റ് അഥവാ സമ്മതം നൽകാനുള്ള പക്വതയില്ല എന്ന് കരുതപ്പെടുന്നു. രണ്ടാമത്തേത് വിവാഹം. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ വിവാഹം കഴിക്കുന്നതോ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ഉപയോഗിക്കുന്നതോ കർശനമായി ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. മൂന്നാമത്തേത് ഡിജിറ്റൽ അതിക്രമങ്ങൾ. പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ കൈവശം വെക്കുകയോ പ്രചരിപ്പിക്കുകയോ ലൈംഗിക ചുവയുള്ള മെസ്സേജസ് അയക്കുകയോ ചെയ്യുന്നത് പോക്സോ വകുപ്പ് 11 and 12 പ്രകാരം ശിക്ഷ അറിയിക്കുന്ന കുറ്റമാണ്. ഇനി വെറും ഒരു പ്രണയം കൊണ്ട് മാത്രം ഒരാൾ പോക്സോ കേസിൽ പെടുമോ? സാധാരണ നിലയിൽ ലൈംഗിക അതിക്രമങ്ങളോ ശാരീരിക ഉപദ്രവങ്ങളോ ഇല്ലാത്ത പക്ഷം കേസ് വരാറില്ല. എന്നാൽ പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകിയാലോ പെൺകുട്ടിയെ വീട്ടിൽ നിന്നും പുറത്തു കൊണ്ടുപോയാലോ ഒക്കെ അതിനെ കിഡ്നാപ്പിംഗ് ആയി കണക്കാക്കാം. കുട്ടിയുടെ സുരക്ഷയെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പോലീസ് അന്വേഷണം വരികയും ബന്ധത്തിന്റെ സ്വഭാവം അനുസരിച്ച് പോക്സോ വകുപ്പുകൾ ചുമത്തപ്പെടുകയും ചെയ്യും. ചുരുക്കത്തിൽ നിയമത്തിന് മുന്നിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ സമ്മതത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ബന്ധങ്ങളിൽ നിയമപരമായ വലിയ അപകട സാധ്യതകളുണ്ട്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് മാത്രമുള്ളതല്ല. പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയോ ഹോമോസെക്ഷൽസ് ആണെങ്കിൽ പ്രായപൂർത്തിയാകാത്ത വ്യക്തിക്ക് വേണ്ടി നമ്മുടെ രാജ്യം നിയമിച്ചിട്ടുള്ള നിയമമാണ്. ഈ ലീഗൽ വസ്തുതകളൊക്കെ കർശനമായി നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ചെറുപ്രായത്തിൽ നിയമവിരുദ്ധമായി പ്രണയിച്ചു എന്ന് കേവലം ഒരു റീലിന്റെയോ ഫോട്ടോയുടെയോ അടിസ്ഥാനത്തിൽ പറയുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നിയമ നടപടികൾ കൈക്കൊള്ളുക എന്നത് അത്ര എളുപ്പമല്ല. മാത്രമല്ല അത്തരമൊരു നിയമ നടപടി ഇപ്പോൾ എടുക്കുന്നത് കൊണ്ട് കാര്യമായ ഒരു ഗുണമുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. ചുരുക്കത്തിൽ ഈ ട്രെൻഡിലെ വീഡിയോസ് പോക്സോ ആണെന്ന് ഒരു റീലോ ഫോട്ടോയോ കണ്ട് പറയുന്നതിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. ഇനിയാണ് കമന്റ് ബോക്സിലെ നമുക്കത്ര പരിചയമല്ലാത്ത എന്നാൽ നമ്മൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ഗ്രൂമിംഗ് എന്ന വാക്കിന്റെ പ്രസക്തി. എന്താണ് ഒരു പ്രണയബന്ധത്തിലെ ഗ്രൂമിംഗ്? 2006 സാറാ ക്രാവൻ, ആംഗല ബ്രൗൺ, എലിസബത്ത് ഗിൽക്രിസ്റ്റ് എന്നിവർ ചേർന്ന് സമഗ്രമായി പ്രണയ ലൈംഗിക ബന്ധങ്ങളിലെ ഗ്രൂമിംഗ് എന്ന പ്രശ്നത്തെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചത്. ഗ്രൂമിംഗ് എന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. ഇരയെ വലയിലാക്കാൻ വല നെയ്യുന്നത് പോലെ സാവധാനത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതിന്റെ പ്രധാന ഇരകൾ പലപ്പോഴും പ്രായപൂർത്തിയാകാത്തവരോ അല്ലെങ്കിൽ വൈകാരികമായോ മാനസികമായോ തകർന്നു നിൽക്കുന്നവരോ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരോ ഒക്കെ ആയിരിക്കും. ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ അവളുടെ അധ്യാപകനോ അയൽവാസിയോ അമിതമായി സഹായിക്കുന്നു എന്ന് കരുതുക. അവൾക്ക് ഫോൺ റീചാർജ് ചെയ്ത് നൽകുന്നു, വില കൂടിയ ഗിഫ്റ്റുകൾ നൽകുന്നു, വീട്ടുകാർ നൽകാത്ത പരിഗണന നൽകുന്നു. പതിയെ ആ കുട്ടിക്ക് അയാളില്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥ വരുന്നു. ഇവിടെ ആ വ്യക്തി ആ കുട്ടിയെ ഗ്രൂം ചെയ്യുകയാണ്. പിന്നീട് അയാൾ ആ കുട്ടിയെ ശാരീരികമായോ സാമ്പത്തികമായോ ചൂഷണം ചെയ്താൽ ആ കുട്ടിക്ക് അതിനെ എതിർക്കാൻ കഴിയില്ല. കാരണം അവൾ അയാളെ അത്രമേൽ വിശ്വസിച്ചു കഴിഞ്ഞു. ആ കുട്ടിക്ക് അയാളുടെ മേൽ കടപ്പാടിന്റെ ഒരു ഭാരം വന്നിട്ടുണ്ടാകും. ഗ്രൂമിംഗ് ചെയ്യാനായി നിങ്ങളുടെ കുറവുകളും സങ്കടങ്ങളും അവർ ചോദിച്ചറിയും. എന്നിട്ട് ആ കുറവുകൾ നികത്തുന്ന ഒരാളായി അഭിനയിക്കും. നിന്റെ വീട്ടുകാർക്ക് നിന്നെ മനസ്സിലാകുന്നില്ല, ഞാൻ മാത്രമേ നിന്നെ സ്നേഹിക്കുന്നുള്ളൂ എന്നൊക്കെ നിരന്തരം പറഞ്ഞ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും അകറ്റുകയും നിങ്ങളുടെ ജീവിതത്തിലെ ഏക പ്രത്യാശയായി അവരെ തന്നെ അവതരിപ്പിക്കുകയും ചെയ്യും. അതിലൂടെ അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് തോന്നിപ്പിക്കുകയും ബ്രേക്കപ്പ് പോലുള്ള സാധ്യതകളെ എന്നേക്കുമായി ഇല്ലാതാക്കുകയും ചെയ്യും. ഇത് നമ്മുടെ മാത്രം സീക്രട്ടാണ്, വേറെ ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒരു രഹസ്യ
രഹസ്യ ലോകത്ത് തളച്ചിടുന്നതാണ് മറ്റൊരു വഴി. ഇതിലൂടെ നിങ്ങൾക്ക് മറ്റൊരാളോട് സഹായം ചോദിക്കാനുള്ള വഴി ഇവർ അടയ്ക്കുന്നു. അയാളുമായുള്ള ബന്ധത്തെപ്പറ്റി ആരോടും പറയാനാകാത്തതിനാൽ അതിലെ പ്രശ്നങ്ങളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു. ചുരുക്കത്തിൽ 10-15 വയസ്സിലൊക്കെ പ്രായപൂർത്തിയായ ഒരാളുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതുമൊക്കെ ആധുനിക സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഗ്രൂമിംഗ് കാരണമായിരിക്കാം. ഈ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം ഈ പുതിയ ട്രെൻഡിലെ എല്ലാ വീഡിയോസും ഗ്രൂമിംഗ് ആണെന്നോ അവരുടെയൊക്കെ റിലേഷൻഷിപ്പിൽ കൂട്ടത്തിൽ പ്രായക്കൂടുതലുള്ളയാൾ മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നോ അല്ല. മറിച്ച് ഇത്തരം വീഡിയോസ് ട്രെൻഡിൽ വരുമ്പോൾ അത് കാണുന്നത് ആരാണ് എന്നതാണ് പ്രശ്നം. ഇന്റർനെറ്റ് മൗലിക അവകാശമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അതായത് കേരളത്തിലെ ഏതൊരാൾക്കും മൗലികമായ അവകാശമാണ് അയാൾക്ക് ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടാവുക എന്നത്. അല്ലാത്ത പക്ഷം അത് റെഡിയാക്കി കൊടുക്കാൻ സർക്കാർ തന്നെ തയ്യാറാകണം. കോവിഡിന് ശേഷം ഓൺലൈൻ ക്ലാസുകളും മറ്റും വന്നതോടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തന്നെ കണക്കുകൾ അനുസരിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികളിൽ പോലും ഇന്റർനെറ്റ് ആക്സസ് ഇല്ലാത്തത് വളരെ കുറവാണ്. അല്ലെങ്കിൽ അങ്ങനെ ആരും ഇല്ല എന്ന് പറഞ്ഞാലും തെറ്റില്ല. കേരള സംസ്ഥാന സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പ് പുറത്തുവിട്ട കണക്ക് പ്രകാരമാകട്ടെ 18 വയസ്സിൽ താഴെയുള്ള ഇന്റർനെറ്റ് ആക്സസ് ഉള്ള കുട്ടികളിൽ ഭൂരിഭാഗവും എന്റർടൈൻമെന്റ് ഗണത്തിൽപ്പെടുന്ന ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് എന്നീ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. ഈ ഭൂരിപക്ഷം വരുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മുമ്പിലേക്കാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടിയും പ്രായപൂർത്തിയായ വ്യക്തിയും തമ്മിലുള്ള പ്രണയം സ്വാഭാവികമാണെന്നും അതിലൊരു പ്രശ്നവുമില്ലെന്ന മെസ്സേജ് റീൽസിലൂടെ എത്തിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് വലിയൊരു സാമൂഹിക പ്രശ്നം ഉണ്ടാക്കുമെന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ഒന്നാംകിളി ട്രെൻഡിൽ ട്രെൻഡിങ് വീഡിയോസ് ഇടുന്ന പങ്കാളികൾ പോലും അവരുടെ മക്കൾക്ക് 10-16 വയസ്സുള്ളപ്പോൾ അവരെക്കാൾ 10-15 വയസ്സുള്ള ആളുകളുമായി പ്രണയബന്ധത്തിലാകാൻ സമ്മതിക്കുമോ എന്ന ലളിതമായ ചോദ്യം ചോദിച്ചാൽ മതി ഇതിലെ പ്രശ്നം മനസ്സിലാക്കാൻ. ചിലർക്കൊഴികെ മറ്റുള്ളവർക്കൊന്നും സോഷ്യൽ മീഡിയയിലെ ഈ ട്രെൻഡ് കണ്ടപ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് കൂടി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള കാരണം ഈ വീഡിയോസിൽ ഏറെക്കുറെ എല്ലാത്തിനും ആ പ്രായ വ്യത്യാസത്തിൽ നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അവിടെയെല്ലാം പ്രായം കുറഞ്ഞതൊരു പെൺകുട്ടിയും പ്രായക്കൂടുതലുള്ളത് ഒരു പുരുഷനായിരിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതേ പാറ്റേണിൽ പ്രായവ്യത്യാസമുള്ള കപ്പിൾസിനെ കാണുന്ന മലയാളിക്ക് ഇതിലെ പ്രശ്നം മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മറിച്ച് 25-30 വയസ്സുള്ള ഒരു സ്ത്രീ 10-15 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ പ്രണയിക്കുന്നതും കല്യാണം കഴിക്കുന്നതും സങ്കല്പിച്ചാൽ അതിലെ പ്രശ്നം മനസ്സിലാകും. ഈ പറഞ്ഞതിനർത്ഥം രണ്ടുപേർ തമ്മിൽ പ്രണയിക്കുന്നതിനോ വിവാഹം കഴിക്കുന്നതിനോ പ്രായവ്യത്യാസം ഉണ്ടാകരുത് എന്നല്ല. പ്രായപൂർത്തിയായവർ തമ്മിൽ പ്രണയിക്കുന്നതിനോ വിവാഹം കഴിക്കുന്നതിനോ വയസ്സ് വ്യത്യാസമുള്ളവരെ തിരഞ്ഞെടുത്താൽ അതിൽ പ്രശ്നമില്ല. എന്നാൽ രണ്ടുപേരിൽ ഒരാൾക്ക് പ്രായപൂർത്തിയാകാത്ത സമയത്തുണ്ടാകുന്ന പ്രണയങ്ങളിലെ പ്രശ്നമാണ് സൂചിപ്പിച്ചത്. ചുരുക്കത്തിൽ ഈ ട്രെൻഡ് ഫോളോ ചെയ്ത് വീഡിയോസ് ഇടുന്നവരോട് പോയി ഡിവോഴ്സ് വാങ്ങാനോ ആ ബന്ധം അവസാനിപ്പിക്കാനോ അല്ല പറയുന്നത്. മറിച്ച് ഇതൊരു നല്ല മാതൃകയായി ആഘോഷിക്കുന്നതിലെ പ്രശ്നമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻസ്റ്റയിലെ ഈ ഒരു കിളിച്ചുണ്ടൻ ട്രെൻഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.